അത്യാവശ്യം മടിയുള്ള ഒരു വൈകുന്നേരം ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതി പറമ്പിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴാണ് 2 ആഴ്ചയ്ക്ക് മുമ്പ് വാങ്ങിയ വെണ്ടത്തൈകളുടെ പരിഭവം കേൾക്കാനിടയായത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഉയർന്ന അന്തരീക്ഷ താപനിലയാൽ സീട്രയിൽ ഇരുന്ന് അവർ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു. ആദ്യം ഞാനൊന്ന് മടിച്ചു. കാരണം കഴിഞ്ഞ ദിവസം തടം വെട്ടിയ വെള്ളമുളകിന്റെ അടുത്താണ് ഇവർക്കുള്ള സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത്. ഭൂമി നന്നായി ഉറഞ്ഞു കിടക്കുകയാണ് അവിടെ. 10 ജീവന്റെ കാര്യമല്ലേ എന്നോർത്ത് ഞാനങ്ങിറങ്ങി. മൺവെട്ടി ഉപയോഗിച്ച് ഉറഞ്ഞ മൺപാളികൾ വെട്ടിമാറ്റി അത്യാവശ്യം വലിപ്പമുള്ള 5 കുഴികൾ ഉണ്ടാക്കി. ആ കുഴികളിൽ സ്യൂഡോമോണസ്, കുറച്ച് പച്ചിലകൾ, ചകിരിച്ചോറ്, ജൈവവളം എന്നിവ ഇട്ട് മണ്ണ് മൂടി കൂനയുണ്ടാക്കി. ശേഷം ആ കൂനകൾ വെട്ടിയൊരുക്കി മനോഹരങ്ങളായ 5 തടങ്ങൾ തീർത്തു. അപ്പോഴേക്കും നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. ഓരോ തടങ്ങളിലും ഈ 2 തൈകൾ വെച്ച് നട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു. അതോടുകൂടി പറമ്പിലെ പണി അവസാനിപ്പിച്ച് ഒരു കുളിയൊക്കെ പാസാക്കി അത്താഴത്തിലേക്ക് കടന്നു. ഓരോരുത്തരുടെ അഭിരുചികൾക്കനുസരിച്ചാണ് അന്നന്നത്തെ അത്താഴങ്ങൾ തയ്യാറാക്കുന്നത്. വീഡിയോയുടെ ആദ്യം പറഞ്ഞ എന്റെ ആലസ്യത്തിനൊരു പരിഹാരം എന്ന വണ്ണം ഞാൻ എനിക്കായി ഒരു ട്രീറ്റ് പറഞ്ഞിരുന്നു: മരുന്ന് കഞ്ഞി. രാവിലെ തന്നെ തീരുമാനിച്ചിരുന്നു ഇന്ന് ഞവരക്കഞ്ഞി ആക്കാമെന്ന്. കഞ്ഞിയുടെ കാര്യം വരുമ്പോൾ മാത്രം ഈ കുടുംബത്തിലാരും കക്ഷി ചേരാറില്ല. അത് പ്രത്യേകിച്ചും മരുന്നുകഞ്ഞി ആകുമ്പോൾ. പകുതി വേവിച്ചു വെച്ചിരുന്ന ഞവരരിയിലേക്ക് ആവശ്യത്തിന് ആശാളിയും ഉലുവയും മരുന്നുമിട്ട് പാകം ചെയ്തെടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചിളക്കി ഒരു പാത്രത്തിലേക്ക് പകർന്നു മാറ്റി. ശേഷം മോനും അമ്മയ്ക്കുമുള്ള ദോശയും ഏട്ടനുള്ളതും തയ്യാറാക്കി. അപ്പോഴാണ് കുറച്ചു മാറി ഒരു കവറിലിരുന്ന് ഞെരുങ്ങി അമർന്ന എന്റെ പറമ്പിലെ പച്ചക്കറി കുഞ്ഞുങ്ങളെ കണ്ടത്. അവയൊരു പാത്രത്തിലേക്ക് മാറ്റി വായുസഞ്ചാരം ഉറപ്പാക്കിയ ശേഷം ഞങ്ങൾ അത്താഴം കഴിക്കാനിരുന്നു. അങ്ങനെ വളരെ ശാന്തമായി ഈ ദിവസവും ഭൂതത്തിന് വഴിമാറി.